കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. പലപ്പോഴും നിർവ്വഹണ ഉദ്യോഗസ്ഥരുടെ പ്രൊജക്റ്റുകളിൽ നമ്മൾ മൾട്ടിപ്പിൾ ഫണ്ട്സ്, അതായത് ഒന്നിൽ കൂടുതൽ ഫണ്ടുകൾ ഉൾപ്പെടുത്താറുണ്ട്. ഉദാഹരണമായി ഒരു പ്രൊജക്റ്റിൽ തന്നെ പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും CFCയും സ്റ്റേറ്റ് ഷെയറും സെൻട്രൽ ഷെയറും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തി പ്രൊജക്റ്റുകൾ ചെയ്യാറുണ്ട്. ഇത്രയും കാലം നമുക്ക് ആവശ്യം വരുമ്പോൾ ഇവയ്ക്ക് ഓരോന്നിനും പ്രത്യേകം ഫണ്ട് റിക്വസ്റ്റ് തയ്യാറാക്കിയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ K-SMART വന്നതോടുകൂടി ഒന്നിൽ കൂടുതൽ ഫണ്ട് ഉൾപ്പെടുത്തിയ പ്രൊജക്റ്റുകൾക്ക് ഒരൊറ്റ ക്ലെയിമിൽ തന്നെ എത്ര രൂപ വേണമെങ്കിലും എത്ര ഫണ്ടുകൾ വേണമെങ്കിലും ക്ലെയിം ചെയ്ത് റിക്വസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് ഒരൊറ്റ ക്ലെയിമിൽ തന്നെ ആ പ്രൊജക്റ്റിൽ ഉൾപ്പെട്ട എത്ര ഫണ്ട് വേണമെങ്കിലും അദ്ദേഹത്തിന് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവ്വഹണ ഉദ്യോഗസ്ഥനായ ഒരു പ്രൊജക്റ്റിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫണ്ട് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. ഒരു പ്രൊജക്റ്റിൽ തന്നെ പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും ഉള്ള പ്രൊജക്റ്റാണ്. എയുടെ പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും കൂടി ക്ലബ്ബ് ചെയ്തൊരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. പ്രൊജക്റ്റ് യൂണിറ്റിൽ ഓപ്പറേറ്ററും വെരിഫയറും കൂടി ഉള്ള ഒരു ഓഫീസാണത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വേണമെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്ക് മാത്രം ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഓപ്പറേറ്ററെയും വെരിഫയറെയും അസൈൻ ചെയ്ത് കൊടുക്കാം. ഓപ്പറേറ്ററും വെരിഫയറും ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലെയിം ചെയ്യുന്നതും റിക്വസ്റ്റ് ചെയ്യുന്നതും എല്ലാം ഓപ്പറേറ്റർ ആയിരിക്കും. അത് വെരിഫൈ ചെയ്യാൻ വെരിഫയറും അപ്രൂവ് ചെയ്യാൻ നിർവ്വഹണ ഉദ്യോഗസ്ഥനും. ഇംപ്ലിമെന്റിംഗ് ഓഫീസർ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം തന്നെ ഈ ജോലികളെല്ലാം ചെയ്യേണ്ടി വരും. ഇവിടെ ഓപ്പറേറ്ററും ഉണ്ട് വെരിഫയറും ഉണ്ട്. എയുടെ ഓഫീസാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പരിശോധിച്ചൊരു കാര്യമാണ്, ഒരു പ്രോജക്റ്റിന് ബജറ്റ് എൻട്രി ചെയ്ത് സേവ് ചെയ്താൽ മാത്രമേ ആ പ്രൊജക്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫയൽ എറേസ് ആവുകയുള്ളൂ. അതിൽ മാത്രമേ നമുക്ക് റിക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു പദ്ധതി ഫയൽ എറേസ് ആവണമെങ്കിൽ ആദ്യം അതിന് ബജറ്റ് എൻട്രി ചെയ്യണം. K-SMART വന്നിട്ട് ഇത്രയും ദിവസം വരെയും നമ്മൾ ബജറ്റ് എൻട്രി, അതായത് ബജറ്റിന് പ്ലാൻ ബജറ്റും ഉണ്ട് നോൺ പ്ലാൻ ബജറ്റും ഉണ്ട്. പ്ലാൻ ബജറ്റ് എൻട്രിയും നോൺ പ്ലാൻ ബജറ്റ് എൻട്രിയും ഒക്കെ ചെയ്തിരുന്നത് ഫിനാൻസ് മോഡ്യൂളിനകത്തെ ബജറ്റ് സർവീസ് എന്ന കാർഡിലെ ബജറ്റ് എൻട്രി വഴിയായിരുന്നു. അവിടെ തന്നെയാണ് പ്ലാനും നോൺ പ്ലാനും ഒക്കെ ചെയ്തത്. എന്നാൽ പുതിയ അപ്ഡേഷൻ പ്രകാരം ഈ രീതിയിൽ, അതായത് ബജറ്റ് കാർഡിൽ നിന്ന് ബജറ്റ് എൻട്രി സെലക്ട് ചെയ്താൽ നമുക്ക് നോൺ പ്ലാനുകൾ മാത്രമേ, നോൺ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടിജന്റ് ചെലവും മറ്റു കാര്യങ്ങൾ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സാധാരണ പ്ലാൻ അല്ലാതെയുള്ള ബജറ്റ് എൻട്രി മാത്രമേ ഈ ഭാഗത്തുകൂടി ചെയ്യാൻ കഴിയത്തുള്ളൂ. ബാക്കി പോർഷൻസ് ഒക്കെ അവിടെ ഡിസേബിൾ ആണെന്ന് കാണാം. ഇനി മുതൽ പ്ലാനിന്റെ ബജറ്റ് എൻട്രി നടത്തേണ്ടത് ബജറ്റ് സർവീസ് എന്ന കാർഡിലെ പ്ലാൻ ബജറ്റ് ഇന്റഗ്രേഷൻ വഴിയാണ്. റിക്വസിഷൻ വിടുന്നതിന് മുമ്പ് ആദ്യം ഒരു പ്ലാനിൻ്റെ ഒരു ഫയൽ വേണം. ഫയൽ ഉണ്ടാവണമെങ്കിൽ ബജറ്റ് എൻട്രി ചെയ്യണം. ഞാനിവിടെ നേരത്തെ പറഞ്ഞ കേസ് പോലെ പ്ലാനിന്റെ ഒരു ബജറ്റ് എൻട്രി എങ്ങനെ ചെയ്യുമെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഒന്ന് സ്ക്രീൻ ശ്രദ്ധിക്കുക. ബജറ്റ് എൻട്രി ചെയ്യേണ്ടതിന് പ്രിവിലേജ് ഉള്ള ഉദ്യോഗസ്ഥൻ, പല സ്ഥലങ്ങളിലും അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസറോ ആരാണോ അതിന് പ്രിവിലേജ് ഉള്ളത് അവർ ലോഗിൻ ചെയ്യുന്നു. ഫിനാൻസ് മാനേജ്മെന്റിൽ നിന്ന് ബജറ്റ് സർവീസ് എന്ന കാർഡ് ഓപ്പൺ ചെയ്തു ബജറ്റിലെ ബജറ്റ് എൻട്രിക്ക് തൊട്ട് താഴെയുള്ള പ്ലാൻ ബജറ്റ് ഇന്റഗ്രേഷൻ സെലക്ട് ചെയ്യണം. കാറ്റഗറി ന്യൂവും ഫിനാൻഷ്യൽ ഇയർ 25-26 നൽകി സെർച്ച് കൊടുക്കുക. ദ ബജറ്റ് ടൈപ്പ് ആനുവൽ പ്രോജക്റ്റ്, ഈ ഭാഗങ്ങൾ ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും. പ്രോജക്റ്റ് യൂണിറ്റിൽ നിന്നും ആരുടെ പ്രോജക്റ്റ് യൂണിറ്റ് ആണ് ബജറ്റ് എൻട്രിയാണ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇത് ഫെച്ച് കൊടുക്കുക. ഇപ്പോൾ ആ പ്രൊജക്റ്റ് യൂണിറ്റിലെ അപ്രൂവ്ഡ് സ്റ്റാറ്റസിലെ എല്ലാ പ്രൊജക്റ്റുകളും അവിടെ ലിസ്റ്റ് ചെയ്യും. ബജറ്റ് എൻട്രി ചെയ്യാനുള്ള പ്രൊജക്റ്റ് നേർക്കുള്ള എഡിറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ പ്രൊജക്റ്റിൽ ഉൾപ്പെട്ട ഫണ്ടുകൾ ചുവടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ നോക്ക്, ഇവിടെ ഈ പ്രൊജക്റ്റ് 2 ഫണ്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഓൺ ഫണ്ടും ഉണ്ട് പ്ലാൻ ഫണ്ടും ഉണ്ട്. അപ്പോൾ അക്കൗണ്ട് ഹെഡ്, സബ് ഗ്രൂപ്പ്, മേജർ ഗ്രൂപ്പ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫണ്ട് എന്ന ഭാഗത്ത് നിന്ന് ഓരോ ഫണ്ടായി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒന്നിൽ കൂടുതൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഓരോന്നും സെലക്ട് ചെയ്ത് ആഡ് ചെയ്യണം. ഇവിടെ ആദ്യം ഓൺ ഫണ്ട് സെലക്ട് ചെയ്തു. ആ ഫണ്ടിനത്തിൽ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയ തുക എത്രയാണോ അത് അവിടെ കൊടുത്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. വീണ്ടും അടുത്ത ഫണ്ട് സെലക്ട് ചെയ്തു. ഇവിടെ പ്ലാൻ ഫണ്ട് സെലക്ട് ചെയ്തു. അതിന് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയ തുക കൊടുത്ത് ആഡ് ചെയ്തു. അഡീഷണൽ ഡീറ്റെയിൽസിൽ പോയി ഫീൽഡ് ക്ലിക്ക് ചെയ്തു. വാർഡ് വിവരങ്ങൾ കൊടുത്തു. കാറ്റഗറി, മിഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പ്, ഫംഗ്ഷൻ ഇവയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകി സേവ് ചെയ്തു. ബജറ്റ് എൻട്രി സേവ് ആകുന്നതോടുകൂടി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയൽ ഇപ്പോൾ ഇംപ്ലിമെന്റിംഗ് ഓഫീസറുടെ ഇൻബോക്സിൽ എറേസ് ആയിട്ടുണ്ടായിരിക്കും. ഇതിനകത്താണ് നമ്മൾ ആ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ക്ലെയിം, റിക്വസിഷൻ, അലോട്ട്മെന്റ്, ബില്ല് എല്ലാം ചെയ്യുന്നത് ഇതിലായിരിക്കും. പലപ്പോഴും നമ്മൾ ഒരിക്കൽ ബജറ്റ് എൻട്രി ചെയ്ത പ്രോജക്റ്റുകൾ റിവിഷൻ സമയത്ത് സുലേഖയിൽ ഭേദഗതി ചെയ്തിട്ടുണ്ടാവാം.
അതായത് ഫണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ പുതിയ ഫണ്ട് ആഡ് ചെയ്യുകയോ നിലവിലെ ഫണ്ട് ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തിരിക്കാം. ഇങ്ങനെ ഒരിക്കൽ ബജറ്റ് എൻട്രി ചെയ്ത പ്രൊജക്റ്റുകൾ സുലേഖയിൽ റിവൈസ് ചെയ്യുന്നുവെങ്കിൽ അവയുടെ ബജറ്റ് എൻട്രിയും നമ്മൾ വീണ്ടും K-സ്മാർട്ടിൽ നടത്തണം. ശ്രദ്ധിക്കുക, റിവൈസ് ചെയ്ത പ്രൊജക്റ്റിന്റെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്നാണെങ്കിലേ ബജറ്റ് എൻട്രി ചെയ്യാൻ കഴിയൂ. ഇത് റിവൈസ് ചെയ്ത പ്രൊജക്റ്റുകൾ ബജറ്റ് എൻട്രി ചെയ്യുന്ന ഭാഗത്ത് റിവൈസ്ഡ് പ്രോജക്റ്റ് എന്ന ഈ ടാബിന് താഴെ ലിസ്റ്റ് ചെയ്യും. ഓൾറെഡി അതിലൊരു ബജറ്റ് എൻട്രി നടത്തിയതിനാൽ ഫയൽ നമ്പർ വന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സ്റ്റാറ്റസ് പെൻഡിങ് ആയിരിക്കും. അവിടെ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ സെലക്ട് ചെയ്ത് സുലേഖയിൽ റിവിഷന് ശേഷമുള്ള ഫണ്ട് വിവരങ്ങൾ അവിടെ കൊടുക്കണം. ഓൾറെഡി അത് വന്നിട്ടുണ്ടായിരിക്കും, സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും റിവിഷന് ശേഷമുള്ള ഫണ്ട് വിവരങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത്. അഡീഷണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുമ്പ് കൊടുത്തുകൊണ്ട് അതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് സേവ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ മാത്രമല്ല ഈ പ്രൊജക്റ്റ് യൂണിറ്റിൽ ഓപ്പറേറ്റർ ഉണ്ട്, വെരിഫയറും ഉണ്ട്. അതുകൊണ്ട് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ താനേ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അദ്ദേഹം ഓപ്പറേറ്റർക്ക് ഈ ഫയലിൽ നോട്ട് എഴുതുകയാണ്. ഇതിനു വേണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടി നോട്ട് എഴുതി ഓപ്പറേറ്ററുടെ കയ്യിലേക്ക് ഫയൽ അയച്ചു. ഞാൻ ഭാഗം കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഫയൽ ഓപ്പറേറ്ററുടെ കയ്യിലാണ്. ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ക്ലെയിം ചെയ്യാൻ നിർദ്ദേശിച്ച് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അയച്ച ഫയൽ ഓപ്പറേറ്റർ തൻ്റെ ലോഗിനിൽ നിന്ന് ഇൻബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കറിയാം ആദ്യം ബെനിഫിഷ്യറി ആഡ് ചെയ്യണം. അപ്പോൾ ജനറൽ ഫീച്ചറിൽ നിന്ന് ഗുണഭോക്താക്കളെ ആഡ് ചെയ്യുന്നു. ഇനി ഫയലിൽ നിന്ന് ക്ലെയിം ചെയ്യുന്നതിനായിട്ട് ക്ലെയിം സെലക്ട് ചെയ്യാം. അതിനായിട്ട് ക്ലെയിം ഞാൻ സെലക്ട് ചെയ്തോ, ഓപ്പറേറ്റർ സെലക്ട് ചെയ്തോ. ഇവിടെ ഈ കോംബോ ബോക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവും 2 ടൈപ്പ് ഫണ്ടുകൾ ഈ പ്രൊജക്റ്റിൽ ഉണ്ടെന്ന് മനസ്സിലാവും. ഇവിടെ ഡെവലപ്മെന്റ് ഫണ്ട് ജനറലും ഉണ്ട്, ഓൺ ഫണ്ടും ഉണ്ട്. ഇവിടെ നമുക്ക് ഡെവലപ്മെന്റ് ഫണ്ട് ജനറലിൽ നിന്നും ഒരു റിക്വസിഷൻ ഒരു ക്ലെയിം തയ്യാറാക്കണം. ഓൺ ഫണ്ടിൽ നിന്നും ഒരു ക്ലെയിം തയ്യാറാക്കണം. രണ്ടും ഒരുമിച്ച് ചെയ്യാം. അതായത് ഈ 2 ഫണ്ടുകൾക്കും കൂടി ഒരൊറ്റ ക്ലെയിം തയ്യാറാക്കുക എന്നതാണ് നമ്മുടെ ജോലി. എനിക്ക് ഈ പ്രൊജക്റ്റിൽ നിന്ന് ബില്ല് തയ്യാറാക്കേണ്ടത് 6,29,759 രൂപയ്ക്കാണ്. 6 ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും 29,759 രൂപ ഓൺ ഫണ്ടിൽ നിന്നും കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് ഈ കാണുന്ന ഫണ്ട് സെലക്ഷൻ ബോക്സിൽ നിന്ന് ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ വിഹിതത്തിൽ ആകെ ഉൾപ്പെടുത്തിയ വിഹിതവും നാളിതുവരെ അതിൽ നിന്നുള്ള ചെലവും ബാലൻസ് ലിസ്റ്റ് ചെയ്യും. ക്ലെയിം എമൗണ്ട് എന്ന ഭാഗത്ത് നമുക്ക് ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ എത്ര രൂപ അതിൽ നിന്ന് ആവശ്യമുണ്ട് അത് കൊടുക്കണം. ഇവിടെ നമുക്ക് 6 ലക്ഷം രൂപയാണ് ആവശ്യം. ഞാനത് അവിടെ അത് കൊടുത്തു. ക്ലെയിമിനൊരു പേര് കൊടുക്കുക. അറ്റാച്ച്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയതും ആഡ് ചെയ്യാം. ഇവിടെ അറ്റാച്ച്മെൻറ്റ് ഇവിടെ ഞാൻ അറ്റാച്ച്മെൻറ്റ് ആഡ് ചെയ്യുകയാണ്. ബെനിഫിഷ്യറി സെലക്ട് ചെയ്യാം. ഇനി തുക നൽകിയാൽ മാത്രം മതി. റിമാർക്സ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ തൊട്ട് താഴെ സേവ് അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ഒന്നും കാണില്ല. ഈ ഭാഗത്ത് തുക നൽകി സേവ് ചെയ്യുകയോ സബ്മിറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കൺഫ്യൂഷൻ ആവരുത്. സേവ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ഇല്ല എന്ന് കരുതിയിട്ട് രണ്ടാമത്തെ ഫണ്ടിൽ നിന്നും ക്ലെയിം ചെയ്യുന്നതിന് വീണ്ടും ഫണ്ടിന്റെ ഭാഗത്ത് പോയി ഫണ്ട് സെലക്ഷൻ ബോക്സിൽ നിന്ന് തനത് ഫണ്ട് സെലക്ട് ചെയ്തു. അതിനു നേർക്ക് തനത് ഫണ്ടിൽ നിന്നും മാറുന്നതിന് ആവശ്യമായ ക്ലെയിം എമൗണ്ട് എത്രയാണോ അത് കൊടുത്തു. ഇവിടെ 29,759 രൂപയാണ്. ഇപ്പോൾ ക്ലെയിം നെയിമിന് നേർക്ക് നേരത്തെ നൽകിയ ഡെവലപ്മെന്റ് ഫണ്ട് ജനറലിന്റെ ക്ലെയിം തുകയോടൊപ്പം ഇപ്പോൾ കൊടുത്ത ഓൺ ഫണ്ട് തുക കൂടി ആഡായി വന്നതായി കാണാം. അതായത് നോക്കൂ, ആകെ ക്ലെയിം തുക 6,29,759 രൂപ. ആ തുക ഈ ബോക്സിൽ ഇപ്പം വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം പേയി ഡീറ്റെയിൽ എന്ന ഭാഗത്ത് ഗുണഭോക്താവിന്റെ കോളത്തിൽ ഈ തുക ഉൾപ്പെടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം. അതായത് 6,29,759 രൂപ. റിമാർക്സ് കൊടുത്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലെയിം സേവ് ആയിട്ടുണ്ട്. സബ്മിറ്റ് കൊടുക്കുക. ഇപ്പം നമുക്ക് മനസ്സിലായി കാണും ആ ഒരു ഒറ്റ ഫയലിൽ നിന്ന് തന്നെ 2 എമൗണ്ടുകൾ 2 വ്യത്യസ്ത ഫണ്ടുകളുടെ ക്ലെയിം എങ്ങനെ ചെയ്തു എന്നുള്ളത്. എയുടെ വെരിഫയർ ഇവിടെ ഓവർസിയർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഫയൽ പോകുന്ന ഓവർസിയർക്ക് ആയിരിക്കും. ഓവർസിയർ ലോഗിൻ ചെയ്തോ ഇതിലെ ക്ലെയിം വിവരങ്ങളൊക്കെ ശരിയാണോ എന്ന് പരിശോധിച്ചു. ഓവർസിയർ ആരാണെന്ന് വെച്ചാൽ വെരിഫയർ ആരാണ് അവർ. താഴെയുള്ള വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഫയൽ ഇപ്പോൾ അപ്രൂവർ അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ എയുടെ ലോഗിനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ എ ലോഗിൻ ചെയ്തു. ഇൻബോക്സിൽ നിന്ന് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. നോട്ടിൽ നിന്ന് തന്നെ ഈ ഫയലിൽ ഒരു ക്ലെയിം ജനറേറ്റ് ചെയ്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞ് വന്നതായിട്ട് അറിയാൻ കഴിയും. മുകളിൽ കാണുന്ന ഫിനാൻസിന്റെ ടാബ് വഴിയോ അല്ലെങ്കിൽ ജനറൽ ഫീച്ചർ മെനുവിലെ ക്ലെയിമോ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ പരിശോധിക്കാം. ഫണ്ട് സെലക്ഷൻ ബോക്സിൽ നിന്ന് ഫണ്ട് വിവരങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇവിടെ ആദ്യം
പ്ലാൻ ഫണ്ട് ജനറലിൻ്റെ 6 ലക്ഷം രൂപ പരിശോധിക്കുന്നു. പിന്നീട് ഓൺ ഫണ്ടിന്റെ 29,759 രൂപയും പരിശോധിച്ചു. തുടർന്ന് പേയി ഡീറ്റെയിലിന്റെ ഭാഗത്ത് ഗുണഭോക്താവിന് ലഭിക്കേണ്ട ആകെ തുക ശ്രദ്ധിക്കുക, ഗ്രോസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 6,29,759 രൂപ തന്നെയല്ലേ എന്ന് ശ്രദ്ധിക്കുക. ഓപ്പറേറ്റർ കയ്യിൽ നിന്ന് ഗ്രോസ് എമൗണ്ട് ആയിരിക്കണം ഈ ഭാഗത്ത് വന്നിരിക്കേണ്ടത്. ഇവിടെ ഗുണഭോക്താവിന് ആകെ ലഭിക്കേണ്ട 6,29,750 രൂപ തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ക്ലെയിം അപ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ 2 ഫണ്ടുണ്ട്, ഒറ്റ ക്ലെയിം. ഒരു ക്ലെയിമിനകത്ത് 2 ഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഫയലിപ്പോൾ റിക്വസിഷൻ തയ്യാറാക്കാൻ വേണ്ടി വീണ്ടും ഓപ്പറേറ്റർ ലോഗിനിലേക്ക് പോയിട്ടുണ്ടാവും. ഓപ്പറേറ്റർ ഇല്ലായിരുന്നെങ്കിൽ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ തന്നെ ചെയ്യാമായിരുന്നു. ഇവിടെ ഓപ്പറേറ്റർ ഉള്ളതുകൊണ്ട് ഫയൽ നേരെ ഓപ്പറേറ്റർ ലോഗിനിലേക്ക് പോകും. ക്ലെയിം മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കിനി പ്ലാൻ ആയതുകൊണ്ട് റിക്വസിഷൻ കൂടി തയ്യാറാക്കണം 2 ഫണ്ടിന്. അടുത്തതായിട്ട് റിക്വസിഷൻ തയ്യാറാക്കുന്ന ജോലിയാണ് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറുടെ. ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ അവരാണ് ചെയ്യേണ്ടത്. ഇവിടെ എയുടെ ഓപ്പറേറ്ററായ ക്ലർക്ക് ലോഗിൻ ചെയ്തോ ആ ഫയൽ ക്ലെയിം അപ്രൂവായി വന്ന ഫയൽ ഓപ്പൺ ചെയ്തോ ഫയൽ നോട്ടിൽ നിന്ന് തന്നെ ക്ലെയിം അപ്രൂവ്ഡ് ആണെന്ന് കാണാം. മുകളിൽ വലതുവശത്തെ ആ ജനറൽ ഫീച്ചർ മെനുവിൽ റിക്വസിഷൻ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്തു. ലഭിക്കുന്ന പേജിൽ തയ്യാറാക്കിയ ക്ലെയിമിന്റെ ആകെ തുകയുടെ വിവരങ്ങൾ കാണാം. അതിന് നേരെയുള്ള ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 2 വ്യത്യസ്ത ഫണ്ടുകൾ ഉള്ളതിനാൽ 2 വ്യത്യസ്ത ഫണ്ടിൽ നിന്നുള്ള ക്ലെയിമുകൾ ഉള്ളതിനാൽ ഇവിടെ പ്രൊജക്റ്റ് ഡീറ്റെയിൽ എന്നതിൻ്റെ കീഴിൽ 2 പ്രത്യേക ബോക്സുകളായിട്ട് നമ്മുടെ ഫണ്ട് വിവരങ്ങൾ കാണാൻ കഴിയും. ആദ്യ ബോക്സിനകത്ത് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന ഭാഗത്ത് ഓൺ ഫണ്ട് എന്നും അതിൽ ക്ലെയിം എമൗണ്ട് 29,759 രൂപ എന്നും കാണാം. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള 2ാമത്തെ ബോക്സിനകത്ത് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന ഭാഗത്ത് പ്ലാൻ ഫണ്ട് ജനറൽ എന്നും അതിൻ്റെ ക്ലെയിം എമൗണ്ട് 6 ലക്ഷം രൂപ വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ശേഷം ഇതേ പേജിൽ അക്കൗണ്ട് ഹെഡ് കാറ്റഗറിക്ക് കീഴിൽ ആദ്യം സോഴ്സ് ഓഫ് ഫണ്ട് ഡെവലപ്മെൻറ്റ് ഫണ്ട് ജനറൽ സെലക്ട് ചെയ്യുക. ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഫണ്ടിനത്തിലെ ആകെ ബജറ്റ് എമൗണ്ട് ലിസ്റ്റ് ചെയ്യും. ബിൽ ടൈപ്പ് ആവശ്യമായത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ വർക്ക് ബില്ലുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് വർക്ക് ബില്ലെന്ന് സെലക്ട് ചെയ്തോ. ഡെബിറ്റ് ഹെഡ് ബോക്സിൽ നിന്ന് ഡെബിറ്റ് ഹെഡ് സെലക്ട് ചെയ്തോ. ഈ ഫണ്ടിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യാൻ ക്ലെയിം രേഖപ്പെടുത്തി 6 ലക്ഷം രൂപ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഈ ഫണ്ടിൽ നിന്ന് റിക്കവറി ഒന്നുമില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 2ാമത്തെ റിക്വസ്റ്റിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ പക്ഷെ നമുക്ക് എയുടെ വർക്ക് ആയതുകൊണ്ട് തന്നെ റിക്വസിഷനിൽ തന്നെ റിക്കവറി ഉണ്ട്. അതായത് ഇൻകം ടാക്സ്, CGSTയും SGSTയും KCWWF റിക്കവറികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് താഴെ കാണുന്ന ചെക്ക് ബോക്സിൽ റിക്കവറിയുടെ ചെക്ക് ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് കൊടുത്തു. തുടർന്ന് ആവശ്യമായ GST, KCWWF, IT എന്നിവയുടെ ബോക്സിൽ നിന്ന് ഓരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു റിക്കവറി ഹെഡുകൾ. ഇവിടെ ഓരോ റിക്കവറി ഹെഡുകളും 1 by 1 ആയിട്ട് ഈ കാണുന്ന പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് ആഡ് ചെയ്ത് പോകാം. GST തുകകൾ എൻട്രി ചെയ്യുമ്പോൾ അവയുടെ CPIN നമ്പർ കൂടി, കോമൺ പോർട്ടൽ ഇൻഡെക്സ് നമ്പർ എന്ന CPIN നമ്പർ കൂടി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് റിക്കവറികളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പേയബിൾ തുക 5,78,652 രൂപയാണെന്ന് കാണാം. ഇവിടെ വർക്ക് ബില്ല് ആയതിനാൽ കോൺട്രാക്ടേഴ്സ് കൺട്രോൾ അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. മനസ്സിലാക്കുക, ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സോഴ്സ് ഓഫ് ഫണ്ടിന്റെ ഒരു റിക്വസിഷൻ മാത്രമാണ് തയ്യാറായത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഓൺ ഫണ്ടിന്റെ റിക്വസിഷൻ കൂടി തയ്യാറാക്കണം. ഡെവലപ്മെന്റ് ഫണ്ട് ജനറലിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇടതുവശത്ത് കാണുന്ന ഈ പ്ലസ് ആഡ് ന്യൂ സോഴ്സ് ഓഫ് ഫണ്ട് എന്നതിന് മുകളിൽ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് മുകളിൽ സോഴ്സ് ഓഫ് ഫണ്ട് ബോക്സിൽ നിന്ന് 2ാമത്തെ ഫണ്ടായ ഓൺ ഫണ്ട് സെലക്ട് ചെയ്തു. ബിൽ ടൈപ്പ് വർക്ക് ബില്ല് കൊടുത്തോ. ഡെബിറ്റ് ഹെഡ് സെലക്ട് ചെയ്ത് കൊടുത്തോ. ക്ലെയിം ചെയ്ത തുകയായ 29,759 രൂപ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഫണ്ടിൽ റിക്കവറി വേണമെങ്കിൽ അവിടെ റിക്കവറി വിവരങ്ങൾ കൊടുക്കാം. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൾട്ടിപ്പിൾ ഫണ്ട് ഒരു പ്രൊജക്റ്റിനകത്തുണ്ട് എങ്കിൽ അതിൻ്റെ റിക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫണ്ടിൽ നിന്ന് തന്നെ എല്ലാ റിക്കവറിയും കാണിക്കാൻ ശ്രമിക്കുക. പ്ലാൻ ഫണ്ട് ആണെങ്കിൽ ട്രഷറി കൊടുക്കുന്ന ബില്ലുകളാണെങ്കിൽ അവിടുന്ന് ആ ഫണ്ടിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമുക്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളിലും എളുപ്പം. അത് റിക്കവറി 2 ഫണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കരുത്. ഇവിടെ ആഡ് ചെയ്ത ഫണ്ട് നീക്കണമെങ്കിൽ റിമൂവ് സോഴ്സ് ഫണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി പേയ് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യണം. ആദ്യ സോഴ്സ് ഓഫ് ഫണ്ടായ ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ സെലക്ട് ചെയ്തു. തുക അത് തന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്തി ബെനിഫിഷ്യറിക്ക് നേരെ ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ നിന്ന് നൽകേണ്ട തുക ഒന്നുകൂടി കൺഫേം ചെയ്തോ. എനിക്കിവിടെ ടാക്സ് റിക്കവറി കഴിച്ചിട്ട് 5,78,652
652 രൂപ ബെനിഫിഷ്യറിക്ക് നേരെ വന്നതായിട്ട് കാണാം. തുടർന്ന് തൊട്ട് താഴെ കാണുന്ന ഈ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഇതേ പേ ഡീറ്റെയിൽ കാറ്റഗറിയുടെ മുകളിലേക്ക് പോയി സോഴ്സ് ഓഫ് ഫണ്ട് എന്ന ബോക്സിൽ നിന്ന് രണ്ടാമത്തെ ഫണ്ടായ ഓൺ ഫണ്ട് സെലക്ട് ചെയ്തു. ബെനിഫിഷ്യറിക്ക് നേരെ ഓൺ ഫണ്ടിൽ നിന്ന് നൽകേണ്ട തുക എൻ്റർ ചെയ്തു. ഇവിടെ അത് 29,759 രൂപയാണ്. അത് എൻ്റർ ചെയ്തു. ഈ ഗുണഭോക്താക്കളെ കൂടുതലായിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ന്യൂ പേ ഡീറ്റെയിൽ എന്ന ഈ ഓപ്ഷൻ വഴി ആഡ് ചെയ്യാം. തുടർന്ന് തൊട്ട് താഴെ കാണുന്ന ഈ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ 2 സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്നും റിക്വസിഷൻ ഓപ്പറേറ്റർ ലോഗിൻ തയ്യാറായി. റിമാർക്സ് കൊടുത്ത് താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. റിക്വസിഷൻ ഫയൽ നിർവഹണ ഉദ്യോഗസ്ഥനായ എയുടെ ലോഗിനിലേക്ക് സബ്മിറ്റ് ചെയ്തു. റിക്വസിഷൻ അപ്രൂവ് ചെയ്യുന്നതിനായിട്ട് നിർവഹണ ഉദ്യോഗസ്ഥൻ ലോഗിൻ ചെയ്തു. ഇവിടെ എ ആണ്, അദ്ദേഹം ലോഗിൻ ചെയ്തു. ഇൻബോക്സിൽ നിന്ന് ഫയൽ ഓപ്പൺ ചെയ്തു. ഫയൽ നോട്ട് പരിശോധിച്ചു. മുകൾ വശത്തെ ജനറൽ ഫീച്ചർ മെനുവിൽ നിന്ന് റിക്വസിഷൻ എന്ന സ്ട്രിപ്പ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ഫിനാൻസ് എന്ന് പറയുന്ന ഈ ടാബ് നേരിട്ട് ക്ലിക്ക് ചെയ്യാം. ലഭിക്കുന്ന പേജിൽ തയ്യാറാക്കിയ റിക്വസിഷൻ്റെ ആകെ തുകയുടെ വിവരങ്ങൾ കാണാം. ഇവിടെ അത് 6,29,759 രൂപയാണ്. സ്റ്റാറ്റസ് സബ്മിറ്റഡ് ആണെന്ന് കാണാം. അതിന് നേർക്കുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് എന്നതിൻ്റെ കീഴിൽ 2 പ്രത്യേക ബോക്സുകളിലായിട്ട് നമ്മുടെ ഫണ്ട് വിവരങ്ങൾ കാണാൻ കഴിയും. ആദ്യ ബോക്സിനകത്ത് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന ഭാഗത്ത് ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ എന്നും അതിൽ ക്ലെയിം എമൗണ്ട് 6 ലക്ഷമാണെന്നും അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ ബോക്സിനകത്ത് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന ഭാഗത്ത് ഓൺ ഫണ്ട് ആണെന്നും അതിൽ ക്ലെയിം എമൗണ്ട് 29,759 രൂപ വന്നിട്ടുണ്ടെന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ആകെ ക്ലെയിം എമൗണ്ട് 6,29,759 രൂപയാണ്. ഇതൊക്കെ പരിശോധിച്ച ശേഷം അക്കൗണ്ട് ഹെഡും പേയി ഡീറ്റെയിൽസ് എന്നിവ പരിശോധിച്ചു റിക്വസിഷൻ താഴെ അപ്രൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഫയൽ ഇപ്പോൾ ഓതറൈസേഷനായിട്ട് പ്രസിഡന്റിന് ലഭിക്കും. പ്രസിഡന്റ് ലോഗിൻ ചെയ്തു. ഈ ഭാഗം നമുക്ക് അറിയാവുന്ന ഞാൻ സ്പീഡിന് പോകാം. ഫയൽ ഇൻബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്തു. മുകൾ വശത്തുള്ള ഫിനാൻസ് എന്ന ഈ ടാബിൽ നിന്ന് റിക്വസിഷൻ ആകെ വിവരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 6,29,759 രൂപയുടെ റിക്വസിഷൻ ഉണ്ട്. സ്റ്റാറ്റസ് ഫോർ ഓതറൈസേഷൻ ആണെന്നും കാണാം. അതിന് നിൽക്കുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് എന്നതിൻ്റെ കീഴിൽ 2 പ്രത്യേക ബോക്സുകളായിട്ട് നമ്മുടെ ഫണ്ട് വിവരങ്ങൾ കാണാൻ കഴിയും. ആദ്യ ബോക്സിനകത്ത് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന ഭാഗത്ത് ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ എന്നും രണ്ടാമത്തെ ബോക്സിനകത്ത് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന ഭാഗത്ത് ഓൺ ഫണ്ട് എന്നും അതിൽ ക്ലെയിം എമൗണ്ട് 6,29,759 രൂപ വന്നിട്ടുണ്ടെന്നും പ്രസിഡന്റ് മനസ്സിലാക്കാൻ കഴിയും. അക്കൗണ്ട് ഹെഡും പേ ഡീറ്റെയിലും പരിശോധിച്ച ശേഷം താഴെ ഓതറൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫയൽ നേരെ അലോട്ട്മെന്റിനായിട്ട് അക്കൗണ്ടിന്റെ ലോഗിനിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ ചെയ്തത് പ്രസിഡന്റ് ഫയൽ ഓതറൈസ് ചെയ്തു, അലോട്ട്മെന്റിനായിട്ട് അക്കൗണ്ട് ലോഗിനിലേക്ക് വിട്ടു. ഇനി അക്കൗണ്ടിന്റെ ലോഗിൽ നിന്ന് അലോട്ട്മെന്റ് നൽകുന്നത് മുതൽ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെന്നാൽ ആദ്യ സോഴ്സ് ഓഫ് ഫണ്ട് അതിന്റെ അലോട്ട്മെന്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഫയൽ സബ്മിറ്റ് ചെയ്യരുത്. ഫയൽ കീപ്പ് ഇൻബോക്സ് എന്ന് പറയുന്ന ആ ഒരു ആദ്യം കാണുന്ന പുതിയൊരു ബോക്സ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് അവിടെ സേവ് ചെയ്യണം. കാരണം എങ്കിലും നമുക്ക് രണ്ടാമത്തെ ഫയലിന് അലോട്ട്മെന്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് അക്കൗണ്ടിന് ലോഗിൻ ചെയ്തു. ഫയൽ ഇൻബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്തു. ഫയലിന്റെ ജനറൽ ഫീച്ചറിൽ നിന്ന് അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന പേജ് നോക്കൂ. അവിടെ ഒരേ ഫയൽ നമ്പറിൽ, ഒരേ ക്ലെയിം നമ്പറിൽ, ഒരേ റിക്വസിഷൻ നമ്പറിൽ, ഒരേ ക്ലെയിം എമൗണ്ടിൽ 2 എൻട്രികൾ വന്നിട്ടുള്ളതായിട്ട് കാണാം. അതിനർത്ഥം ഇവിടെ മുതൽ ഈ സീറ്റ് മുതൽ ഈ ഫയലിനകത്തുനിന്ന് 2 റിക്വസ്റ്റുകളാണ്, ഒരു ക്ലെയിമിന് കീഴിൽ 2 റിക്വസ്റ്റുകളാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാം. ശ്രദ്ധിക്കുക, ഫയൽ 1 മാത്രമാണ്, റിക്വസിഷൻ 2ആയിട്ട് പോകും. ഇവയിൽ നിന്നും ആദ്യത്തെ എൻട്രിക്ക് നേരെയുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് എന്നതിൻ്റെ കീഴിൽ ഒരു ബോക്സ് ഉള്ളതായിട്ട് കാണാം. ബോക്സിനകത്ത് സോഴ്സ് ഓഫ് ഫണ്ട് ഭാഗത്ത് ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ എന്നും ഇതിൽ നിന്നുള്ള ക്ലെയിം എമൗണ്ട് 6 ലക്ഷം രൂപ എന്ന് മനസ്സിലാക്കാം. ശേഷം ഇതേ പേജിൽ ക്രമ നമ്പർ 3 ആയിട്ടുള്ളത് അക്കൗണ്ട് ഹെഡ് കാറ്റഗറിക്ക് കീഴിൽ ആദ്യം സോഴ്സ് ഓഫ് ഫണ്ട് ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ ആണെന്ന് മനസ്സിലാക്കാം. ബിൽ ടൈപ്പ് ഡെബിറ്റ് ഹെഡ് തുക 6 ലക്ഷം എന്നിവ
ഇവിടെ കാണാം. അതിൽ പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും വേണ്ട. റിക്കവറി ആയിട്ട് ഇൻകം ടാക്സ്, CGST, SGST, KCWWF റിക്കവറികൾ ഉള്ളതായിട്ട് അക്കൗണ്ടിന് മനസ്സിലായി. പേയ് ഡീറ്റെയിൽ നിന്ന് ബെനിഫിഷ്യറിയുടെ പേര് നേരെ റിക്കവറീസ് കഴിച്ചുള്ള 5,78,652 രൂപ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെയും പ്രത്യേകിച്ച് എൻട്രികളൊന്നും ചെയ്യേണ്ടതില്ല. ഡെവലപ്മെന്റ് ഫണ്ട് ജനറലിൽ നിന്ന് നൽകുന്ന അലോട്ട്മെന്റ് തുക എത്രയാണ് എന്ന് ഇവിടെ 6 ലക്ഷം രൂപയാണ്. അത് മനസ്സിലാക്കി റിമാർക്ക് രേഖപ്പെടുത്തി താഴെയുള്ള അലോട്ട്മെന്റ് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഈ ഭാഗത്താണ് നിങ്ങളൊന്ന് അധികമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഫയൽ ഫോർവേഡ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ഈ മെസ്സേജ് ബോക്സിൽ നിന്നും ഫോർവേഡ് ക്ലിക്ക് ചെയ്യരുത്. പകരം തൊട്ട് ഇടതുവശത്തുള്ള കീപ്പ് ഇൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ അക്കൗണ്ടന്റിന് ബാക്കിയുള്ള ഫണ്ടുകളുടെയും കൂടി റിക്വസ്റ്റ് കറക്റ്റ് ചെയ്ത് വിടാൻ പറ്റുള്ളൂ. ഇപ്പൊ പ്ലാൻ ഫണ്ട് മാത്രമേ വിട്ടുള്ളൂ. ഇനി നമുക്കൊരു ഓൺ ഫണ്ടും കൂടിയുണ്ട്. അക്കൗണ്ടന്റ് ലോഗിനിലെ ജനറൽ ഫീച്ചർ മെനുവിലെ അലോട്ട്മെന്റ് എന്ന സ്ട്രിപ്പ് വീണ്ടും ക്ലിക്ക് ചെയ്തോ. ഇപ്പോൾ ലഭിക്കുന്ന ഈ പേജ് നോക്കൂ. നേരത്തെ അലോട്ട്മെന്റ് നൽകിയ ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ എൻട്രിക്ക് നേരെ സ്റ്റാറ്റസ് വെരിഫൈഡ് എന്ന് കാണാം. അതിനർത്ഥം ആ ഫണ്ടിന് അലോട്ട്മെന്റ് കൊടുത്തു എന്നാണ്. ഇനി രണ്ടാമത്തെ എൻട്രി ആയ ഓൺ ഫണ്ടിൽ നിന്നും അതിന്റെ ക്ലെയിം നമ്പർ, റിക്വസിഷൻ നമ്പർ, ക്ലെയിം എമൗണ്ട് ഇതിന് നേരെയുള്ള ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ പ്രൊജക്ട് ഡീറ്റെയിൽ എന്നതിന്റെ കീഴിൽ ഒരു ബോക്സ് മാത്രം ഉള്ളതായിട്ട് കാണാം. ബോക്സിനകത്ത് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന ഭാഗത്ത് ഓൺ ഫണ്ട് എന്നും ആയതിന്റെ ക്ലെയിം എമൗണ്ട് 29,759 രൂപ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ശേഷം ഇതേ പേജിൽ അക്കൗണ്ട് ഹെഡ് കാറ്റഗറിക്ക് കീഴിൽ തുക 29,759 രൂപ. ഇവിടെ പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നുമില്ല. പേയ് ഡീറ്റെയിൽ നിന്ന് ബെനിഫിഷ്യറിയുടെ പേര് നേർക്ക് റിക്വസിഷൻ 29,759 രൂപ വന്നിട്ടുണ്ടായിരിക്കും. പ്രത്യേക എൻട്രി ചെയ്യേണ്ടതില്ല. ഇവിടെയും ഓൺ ഫണ്ടിൽ നിന്ന് നൽകേണ്ട അലോട്ട്മെന്റ് തുക എത്രയാണെന്ന് ഇവിടെ 29,759 രൂപ. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. റിമാർക്ക് രേഖപ്പെടുത്തി താഴെയുള്ള അലോട്ട്മെന്റ് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഈ ഭാഗത്ത് വീണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ലഭിച്ച എല്ലാ സോഴ്സ് ഓഫ് ഫണ്ടിൽ നിന്നുള്ള അലോട്ട്മെന്റുകൾ രേഖപ്പെടുത്തി വെരിഫൈ ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ ഈ ഫയൽ ഫോർവേഡ് ചെയ്യാവൂ. ഇനി ഈ ഫയൽ അലോട്ട്മെന്റ് ഫൈനൽ അപ്രൂവിനായിട്ട് സെക്രട്ടറിയുടെ ലോഗിനിലെത്തും. ഈ ഒരു ഭാഗം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അലോട്ട്മെന്റ് അപ്രൂവിനായിട്ട് സെക്രട്ടറി ലോഗിൻ ചെയ്തു. ഫയൽ ഇൻബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്തു. മുകളിൽ വലതുവശത്തെ ഫിനാൻസ് ടാബ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ ഒരേ ക്ലെയിം നമ്പർ, ഒരേ റിക്വസിഷൻ നമ്പർ, ഒരേ ക്ലെയിം എമൗണ്ടിൽ 2 എൻട്രികൾ ഇവിടെയും വന്നതായിട്ട് കാണാം. സ്റ്റാറ്റസ് അലോട്ട്മെന്റ് വെരിഫൈഡ് എന്നായിരിക്കും. ഇവിടെയും 2ആയിട്ടാണ് ഓരോ ഫയലിൽ നിന്നും 2 സ്വഭാവത്തിലുള്ള അലോട്ട്മെന്റ് അപ്രൂവ് ചെയ്ത് പോകുന്നത്. ശ്രദ്ധിക്കുക, ഫയൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇവയിൽ നിന്നും ആദ്യത്തെ എൻട്രിക്ക് നേരെയുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി എല്ലാം അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തതുപോലെ തന്നെയാണ്. പ്രൊജക്ട് ഡീറ്റെയിൽ എന്നതിന്റെ കീഴിലെ ആദ്യ സോഴ്സ് ഓഫ് ഫണ്ട് ഭാഗത്ത് ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ പരിശോധിക്കുന്നു, അലോട്ട്മെന്റ് അപ്രൂവ് ചെയ്യുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ് ശ്രദ്ധിക്കണം, ഫയൽ ഫോർവേഡ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഫോർവേഡ് ചെയ്യരുത്, പകരം കീപ്പ് ഇൻബോക്സിലേക്ക് മാറ്റി വയ്ക്കുക. കാരണം നമ്മൾ ഒരു ഫണ്ടിന് മാത്രമേ അലോട്ട്മെന്റ് ചെയ്തിട്ടുള്ളൂ, രണ്ടാമതൊരു ഫണ്ട് കൂടി നമുക്കുണ്ട്. ഇങ്ങനെ ഫയൽ കീപ്പ് ഇൻബോക്സിലേക്ക് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ഈ സമയത്ത് തന്നെ മറ്റൊരു റിക്വസിഷൻ കൂടി അല്ലെങ്കിൽ മറ്റൊരു അലോട്ട്മെന്റ് കൂടി സെക്രട്ടറിക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്രട്ടറി വീണ്ടും സെക്രട്ടറി ലോഗിനിൽ മുകൾ വശത്തുള്ള ഫിനാൻസ് ടാബിൽ ക്ലിക്ക് ചെയ്തോ. ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ നേരത്തെ അലോട്ട്മെന്റ് അപ്രൂവ് നൽകിയ ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ എൻട്രിക്ക് നേരെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് വന്നതായിട്ട് കാണാം. അതിനർത്ഥം ആ ഫണ്ടിന് ഓൾറെഡി ഒരു അലോട്ട്മെന്റ് അപ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ആ സെക്രട്ടറി അലോട്ട്മെന്റ് അപ്രൂവ് ചെയ്യുന്നു. ഈ ഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫയൽ ഫോർവേഡ് ചെയ്യുമ്പോൾ കയ്യിലുള്ള പ്രോസസ്സ് പൂർത്തിയായി എന്ന് ഉറപ്പിച്ചിട്ട് മാത്രം ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ കീപ്പ് ഇൻ ബോക്സിൽ വെക്കണം. ഇനി ഈ ഫയല് ബിൽ ജനറേഷനും ബിൽ സെന്റിനൊക്കെ വേണ്ടി ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ലോഗിനിലേക്ക് പോകും. ഇവിടെ ഈ 2 സോഴ്സ് ഓഫ് ഫണ്ട്, പ്ലാൻ ഫണ്ടിന്റെയും ഓൺ ഫണ്ടിന്റെയും ബിൽ ജനറേഷൻ ചെയ്യുന്നതിനായിട്ട് നിർവഹണ ഉദ്യോഗസ്ഥൻ ലോഗിനിൽ പ്രവേശിച്ചു. ഇവിടെ LSDI ആണ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ. ഫയൽ ഇൻബോക്സിൽ നിന്നും ഓപ്പൺ ചെയ്തു. വലതുവശത്തെ ജനറൽ ഫീച്ചർ മെനുവിലെ ബിൽ ജനറേറ്റ് എന്ന സ്ട്രിപ്പ് ക്ലിക്ക് ചെയ്തു. തുടർന്ന് ലഭിക്കുന്ന ഈ പേജിൽ നോക്കും, ഒരേ ക്ലെയിം നമ്പർ, ഒരേ റിക്വസിഷൻ നമ്പർ, ഒരേ ക്ലെയിം എമൗണ്ടിൽ 2 എൻട്രികൾ ഇവിടെയും വന്നിട്ട് കാണാം. സ്റ്റാറ്റസ് അലോട്ട്മെന്റ് അപ്രൂവ്ഡ് എന്നും കാണാം. ഇവിടെയും 2ആയാണ് ഒരേ ഫയലിൽ നിന്നുള്ള 2 സ്വഭാവത്തിലുള്ള ബില്ലുകൾ ജനറേറ്റ് ആയി പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഇവിടെ നിന്ന് ആദ്യത്തെ എൻട്രിക്ക് നേരെയുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തു.
ഇനിയെല്ലാം നേരത്തെ അക്കൗണ്ടന്റും സെക്രട്ടറിയും ഒക്കെ ചെയ്ത പോലെ തന്നെയാണ് പ്രൊജക്ട് ഡീറ്റെയിൽസ് എന്നതിൻ്റെ കീഴിലെ ആദ്യ സോഴ്സ് ഓഫ് ഫണ്ട് ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ സെലക്ട് ചെയ്തു. 6 ലക്ഷം രൂപയുണ്ട്. റിക്കവറി വിവരങ്ങൾ പരിശോധിച്ചു. ബെനിഫിഷ്യറി കൊടുക്കേണ്ട തുക 578,652 ആണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി. ഇനി നിർവഹണ ഉദ്യോഗസ്ഥനായ ഏറ്റവും താഴെ കാണുന്ന ബിൽ ജനറേറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫയൽ പെട്ടെന്ന് തന്നെ അടുത്ത ലോഗിനിലേക്ക് വിടരുത്. കാര്യം 2 ബില്ല് ഇവിടെ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ കീപ്പ് ഇൻ ബോക്സ് വെച്ചാൽ മതി. ഇത് ഇവിടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറായി തന്റെ ലോഗിനിലെ മുകൾ വശത്തുള്ള ജനറൽ ഫീച്ചറിൽ നിന്ന് വീണ്ടും ബിൽ ജനറേറ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന പേജ് നോക്കൂ. നേരത്തെ അലോട്ട്മെന്റ് അപ്രൂവ് ചെയ്ത് നൽകിയ ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ എൻട്രിക്ക് നേരെ സ്റ്റാറ്റസ് ജനറേറ്റഡ്, അതായത് ബിൽ ജനറേറ്റഡ് എന്ന് കാണാം. അതിനർത്ഥം ആ ഫണ്ടിന് അഗെയിൻസ്റ്റ് ഒരു ബില്ല് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ എൻട്രി ആയ ഓൺ ഫണ്ട്, അതിന്റെ ക്ലെയിം നമ്പർ, റിക്വസിഷൻ നമ്പർ, ക്ലെയിം എമൗണ്ട് സ്റ്റാറ്റസ്, എല്ലാം സ്റ്റാറ്റസ് ഒക്കെ പരിശോധിക്കുക. അപ്രൂവ്ഡ് നേർക്കുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയെല്ലാം ആദ്യ സോഴ്സ് ഓഫ് ഫണ്ട് കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്. പ്രൊജക്ട് ഡീറ്റെയിൽസ് എന്നതിന്റെ കീഴിലെ രണ്ടാമത്തെ സോഴ്സ് ഫണ്ട് എന്ന ഭാഗത്ത് ഓൺ ഫണ്ടാണ്. ബെനിഫിഷ്യറി കൊടുക്കേണ്ട തുക 29,759 രൂപയാണ്. ഇതും പരിശോധിച്ച് ബില്ല് ജനറേറ്റ് ചെയ്യണേ. ഈ ഭാഗത്ത് വീണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാ ബില്ലുകളും സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഫയൽ ഫോർവേഡ് ചെയ്യാവൂ. ഇപ്പോൾ ബില്ല് സെൻഡായി, ബില്ല് ജനറേറ്റ് ആയി. ഇനി അങ്ങനെ ബില്ല് നമുക്ക് അയക്കാമെന്ന് കൂടി നോക്കാം. ഈ 2 സോഴ്സ് ഓഫ് ഫണ്ടിന്റെ ബില്ല് സെൻഡ് ചെയ്യണം. അതിനായിട്ട് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ തന്റെ ലോഗിനിൽ പ്രവേശിച്ചോ. ആണ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ. ഫയൽ ഇൻബോക്സ് ചെയ്യുന്ന ഓപ്പൺ ചെയ്തോ. വലതുവശത്ത് മുകളിലുള്ള ജനറൽ ഫീച്ചർ മെനുവിൽ ബിൽ സെൻഡ് എന്ന സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്തു. മോഡിൽ 2 എൻട്രികൾ വന്നതായിട്ട് കാണാം. ഇവിടെ സ്റ്റാറ്റസ് ബിൽ ജനറേറ്റഡ് എന്ന് കാണാം. ഇവിടെ 2ആയാണ് ഓരോ ഫയലിൽ നിന്നും ഒരേ 2 സ്വഭാവത്തിലുള്ള ബില്ലുകൾ സെൻഡ് ആകുന്നതെന്ന് മനസ്സിലാക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ 2 ഫണ്ടാണ്, പ്ലാൻ ഫണ്ട് ജനറലും ഓൺ ഫണ്ടും. പ്ലാൻ ഫണ്ട് ജനറലിന്റെ ബില്ല് സബ്മിറ്റായി ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഓൺ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഒരു എളുപ്പ വഴി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് കാര്യങ്ങളിൽ നിന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം. ഇവിടെ നിന്ന് ആദ്യത്തെ എൻട്രിക്ക് നേരെയുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തു. എല്ലാം നേരത്തെ അക്കൗണ്ടന്റിന്റെ സെക്രട്ടറി ലോഗിന് കണ്ട പോലെ തന്നെയാണ്. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എയ്ക്ക് ഇവിടെ താഴെയുള്ള ട്രസ്റ്റി ബില്ല് പ്രൊസീഡിങ്സ് എന്നിവ ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാൻ പറ്റും. തുടർന്ന് ഈ ബില്ല് സെൻഡ് ക്ലിക്ക് ചെയ്യണം. ഫയൽ ഫോർവേഡ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഈ മെസ്സേജ് ബോക്സിൽ നിന്നും ഫോർവേഡ് ക്ലിക്ക് ചെയ്യാൻ പാടില്ല. പകരം തൊട്ട് ഇടതുവശത്തുള്ളത് ഈ കീപ്പ് ഇൻ ബോക്സ് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിർമ്മാണ ഉദ്യോഗസ്ഥന് ഓൺ ഫണ്ട് ബില്ല് കൂടി ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ട്രഷറി ഫണ്ടായ പ്ലാൻ ഫണ്ടിന്റെ ബില്ല് സെൻഡ് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പോകുന്ന ബിംസിലേക്കായിരിക്കും. ബിംസിൽ നിന്നെടുത്ത് വീണ്ടും ഫർദർ പ്രൊസീഡിങ്സ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. നിർമ്മാണ ഉദ്യോഗസ്ഥന്റെ ലോഗിനിൽ ഇവിടെ വീണ്ടും മുകൾ വശത്തുള്ള ജനറൽ ഫീച്ചർ മെനുവിലെ ബിൽ സെൻഡ് എന്ന സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്തോ. ഇപ്പൊ ലഭിക്കുന്ന പേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. രണ്ടാമത്തെ ഫണ്ട് സെലക്ട് ചെയ്യണം. ഇനി എല്ലാം ആദ്യ സോഴ്സ് ഓഫ് ഫണ്ടിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ബില്ല് സെൻഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. എല്ലാം ചെയ്തിട്ട് മാത്രം ബില്ല് സെൻഡ് ചെയ്യുക, ഫയൽ ഫോർവേഡ് ചെയ്യുക. ഇവിടെ ഓൺ ഫണ്ട് തുക പഞ്ചായത്തിൽ നിന്നാണ് നൽകേണ്ടത് എന്നതിനാൽ ഇവിടെ പേയ്മെന്റ് ചെയ്ത് ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ നേരെ പോകുന്ന പഞ്ചായത്തിലെ അക്കൗണ്ടിന്റെ ലോഗിനിലേക്ക് ആയിരിക്കും. ഫയൽ നേരെ പഞ്ചായത്തിന്റെ അക്കൗണ്ട് ലോഗിനിലെത്തും. അവിടെ നിന്ന് നേരത്തെയൊക്കെ പറഞ്ഞ പോലെ നമുക്ക് പ്രൊസീഡ് ചെയ്ത് പൈസ വാങ്ങാം. അതുകൂടി എങ്ങനെ ചെയ്യും, ഒരു ഓൺ ഫണ്ട് പേയ്മെന്റ് എങ്ങനെ ചെയ്യും നമുക്ക് മുൻ വീഡിയോയിൽ പറഞ്ഞു തന്നെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അക്കൗണ്ടിന്റെ ലോഗിൻ ചെയ്തോ. മുകൾ വശത്തുള്ള ജനറൽ ഫീച്ചർ മെനുവിലെ ഓൺ ഫണ്ട് പേയ്മെന്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന ഈ പേജ് നോക്കൂ. രണ്ടാമത്തെ എൻട്രി ആയ ഓൺ ഫണ്ട്, അതിന്റെ റിക്വസിഷൻ നമ്പർ, ക്ലെയിം എമൗണ്ട്, ഡേറ്റിന് നേരെയുള്ള ആക്ഷൻ ബട്ടണിലെ വ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ലഭിക്കുന്ന പേജിൽ പ്രൊജക്ട് ഡീറ്റെയിൽസ് എന്നതിന്റെ കീഴിലെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന ഭാഗത്ത് ഓൺ ഫണ്ട് ആണെന്നത് പരിശോധിച്ചു. അക്കൗണ്ട് ഹെഡ്, ബെനിഫിഷ്യറിക്ക് നൽകേണ്ട തുക, ഇതെല്ലാം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം മോഡ് ഓഫ് പേയ്മെന്റ് എന്ന ഭാഗത്ത് ഓൺ ഫണ്ട് നൽകേണ്ട ചെക്ക്, ബാങ്ക് വിവരങ്ങൾ, ചെക്ക് നമ്പർ എന്നിവ രേഖപ്പെടുത്തി. ഏറ്റവും താഴെ കാണുന്ന സേവ്, പിന്നീട് സബ്മിറ്റ് കൊടുത്തു. ശേഷം ഫയൽ വെരിഫയർ ആയ HCയുടെ ലോഗിനിലേക്ക് പോകും. പേയ്മെന്റ് വെരിഫിക്കേഷന് വേണ്ടി പേയ്മെന്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടി HC ലോഗിൻ ചെയ്തോ. ഓൺ ഫണ്ട് പേയ്മെന്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ വീണ്ടും ക്ലിക്ക് ചെയ്തോ. അതിനകത്ത് നിന്ന് വിവരങ്ങളൊക്കെ ഒന്ന് വ്യൂ ചെയ്തു. പ്രൊജക്ട് ഡീറ്റെയിൽസ് അതിന് കീഴിൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന ഭാഗത്ത് ഓൺ ഫണ്ട് ആണ്. അവിടെ ബാങ്ക് വിവരങ്ങളും ചെക്ക് നമ്പറൊക്കെ പരിശോധിച്ചിട്ട് വെരിഫൈ ചെയ്യുന്നു.
സബ്മിറ്റ് കൊടുത്തു. ഫയൽ നേരെ സെക്രട്ടറി ലോഗിനിലേക്ക് പോകും. ഇത് അവസാനം ഓൺ ഫണ്ട് പേയ്മെന്റ് അപ്രൂവ് ചെയ്തതിനായിട്ട് അപ്രൂവറായ സെക്രട്ടറിയുടെ ലോഗിനിലെത്തി. അദ്ദേഹം നേരത്തെ ചെയ്ത പോലെ തന്നെ പരിശോധിച്ചു. ഇവിടെ എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ക്രമ നമ്പർ 3 മോഡ് ഓഫ് പേയ്മെന്റ് എന്ന ഭാഗത്ത് ഓൺ ഫണ്ട് നൽകേണ്ട ബാങ്കിന്റെ ചെക്ക് നമ്പർ, ബാങ്ക് വിവരങ്ങളും ചെക്ക് വിവരങ്ങളും ഒക്കെ കൊടുത്തിട്ട് സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു. പേയ്മെന്റ് സെക്രട്ടറി അപ്രൂവ് ചെയ്താൽ ഫയൽ നേരെ പോകുന്ന ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ലോഗിനിലാണ്. ഇവിടെ എയുടെ ലോഗിനിൽ പോയി ലോഗിൻ ചെയ്തു. ഇതേ മുകൾ വശത്തുള്ള ജനറൽ ഫീച്ചർ മെനുവിലെ ബിൽ സെൻഡ് എന്ന സ്ട്രിപ്പ് വീണ്ടും ക്ലിക്ക് ചെയ്തു. ഈ ലഭിക്കുന്ന പേജ് നോക്കൂ. 2 എൻട്രികളും നിലവിൽ സെൻഡ് എന്ന സ്റ്റാറ്റസ് ആണ്. ഇനി ഫയൽ നോട്ട് രേഖപ്പെടുത്തി ഫയൽ ഓപ്പറേറ്ററായ സെക്ഷൻ വർക്കിനെയായി ഫോർവേഡ് ചെയ്യണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഫണ്ടിന്റെ ബില്ല് ക്യാൻസൽ ആക്കാനുണ്ടെങ്കിൽ അത് റിക്വസിഷൻ നമ്പർ അല്ലെങ്കിൽ ക്ലെയിം നമ്പർ ഒക്കെ വെച്ച് ട്രഷറി സർവീസ് നിങ്ങൾക്ക് ക്യാൻസൽ ആക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച 2 സോഴ്സ് ഓഫ് ഫണ്ടിലെയും ബില്ലുകൾ ക്യാൻസലായി പോകും. ഇനി 2 റിക്വസിഷൻ ഉണ്ട്. അതിൽ ഒരു റിക്വസിഷൻ ഓൾറെഡി പാസ്സായി കഴിഞ്ഞു, എൻഗേജ്ഡ് ആയി. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ബില്ല് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുമില്ല. കൂടുതൽ ട്രഷറി സമർപ്പിച്ച ഒരു ബില്ലാണ് നിങ്ങൾക്ക് ക്യാൻസൽ ആക്കേണ്ടതുണ്ടെങ്കിൽ ആ ബില്ല് ട്രഷറിയിൽ നിന്ന് ഒരിക്കലും പാസ്സാവാൻ പാടില്ല. അത് ട്രഷറിയിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് വാങ്ങണം. അതിനുശേഷം ഇംപ്ലിമെന്റിംഗ് ഓഫീസിന്റെ ട്രഷറി സർവീസ് കാർഡ് വഴി അത് ക്യാൻസൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധ ചെലുത്തി മാത്രമേ മൾട്ടി ഫണ്ട് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ എന്നും അതിനേക്കാളും കൂടുതൽ ശ്രദ്ധ വേണ്ടത് മൾട്ടി ഫണ്ട് ക്ലെയിം ചെയ്ത ബില്ലുകളുടെ ക്യാൻസലേഷൻ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ എന്നും അറിയിക്കുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.